നമസ്കാരം, എൻ്റെ പേര് സോണി സിംലു. ഇന്ന് ഞങ്ങളുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ മനോഹരമായിട്ടുള്ള ഒരു ട്രൈബൽ ആർട്ട് വർക്ക്. ഇന്ന് ഞങ്ങൾ അതാണ് നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്താൻ പോണത്. ട്രൈബൽ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേവ് ആർട്ട് എന്ന് പറയും. ആൻഷ്യൻ്റ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ ഗുഹയിലൊക്കെ വരച്ചിരുന്ന ചിത്രങ്ങൾ. നമ്മളത് ഗൂഗിളിൽ ട്രൈബൽ ആർട്ടെന്നോ അല്ലെങ്കിൽ ആൻഷ്യൻ്റ് ആർട്ടെന്നോ കേവ് ആർട്ട് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇമേജസ് കിട്ടും. ഇങ്ങനെയുള്ള ഇമേജ് എടുത്തിട്ട് ഡിജിറ്റൈസ് ചെയ്ത് നമ്മൾ എംബ്രോയിഡറി ഫയലാക്കി മാറ്റിയതാണ് ഈ ഡിസൈൻ. ഇത് ഡിജിറ്റൈസ് ഞാൻ അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബേസിക് സോഫ്റ്റ്വെയർ ഉള്ളെങ്കിൽ അത് വെച്ച് ചെയ്യാം. പക്ഷേ ഇത്ര പെർഫെക്ഷൻ കിട്ടാൻ സാധ്യത കുറവാണ്. ഇമേജ് തന്നെയാണ് ഇത്. ഇമേജസ് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന. അതുപോലെ ഇപ്പോൾ ചിലർ കൃഷ്ണ അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ. പക്ഷെ അത് ആ പാറ്റേൺ അല്ല. ഇതൊരു ആൻഷ്യൻ ഡിസൈനാണ്. നല്ലൊരു ഫിൽ സ്റ്റിച്ചും ആണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു പെയിന്റിംഗ് ചെയ്ത ഒരു എഫക്റ്റും കൂടി ഉണ്ട്. ഡിസൈനാണ് അല്ലേ? കാരണം അത് ഇപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അടുത്ത് നമ്മൾ ഫോക്കസ് ചെയ്ത് കാണിക്കാം. അപ്പൊ അത് ശരിക്കും ഇപ്പൊ ഇത്ര ദൂരം ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ഇന്നിപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണിക്കുന്ന ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇത് ഒരു രാജസ്ഥാൻ മെറ്റീരിയലാണ്. അതായത് ജയ്പൂർ കോട്ടൺ ആണ്. പേര് കാത്ത എന്നാണ് ഈ മെറ്റീരിയലിൻ്റെ. നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇത് കടകളിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ സൈഡിൽ ചെയ്യുന്നുണ്ട്. ഇത് മീറ്റർ ഒരു 200 രൂപ വെച്ചാണ് ഞാനിത് ചെയ്യണത്. പിന്നെ ഇതിലെനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് 2 കളർ മെറ്റീരിയൽ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഇങ്ങനെയുള്ള ഒരു ടോപ്പ്, ഫുള്ള് ലെങ്ത് ആയിട്ടുള്ള ഒരു ടോപ്പാണിത്. ഇങ്ങനെയുള്ളൊരു ടോപ്പ് തയ്ക്കണമെങ്കിൽ നമുക്ക് 5 മീറ്റർ തുണി വേണ്ടി വരും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ചിന്തിക്കണ്ടാവും എന്തിനാ 5 മീറ്റർ അല്ലേ? കാരണം ഈ റെഡ് പോർഷൻ ഇത്ര വരെ വരുന്നത് 3 മീറ്റർ തുണിയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അതായത് ഒരു ലോങ് ഫ്രോക്കാണ്. ഫ്രോക്ക് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞല്ലോ ഒരു ടോപ്പ്, ഒരു എന്താ പറയുക, ഒരു എക്സിക്യൂട്ടീവ് ടോപ്പായിട്ട് മാത്രം നിങ്ങളിത് കണ്ടാൽ മതി. ഇവിടുന്ന് ഇങ്ങടേക്ക് വരുമ്പോൾ 2 മീറ്റർ തുണി ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം 2 മീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഇവിടം വരെ കാണുമ്പോൾ 2 തോന്നില്ല. പക്ഷെ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ഈ സൈഡ് കൂടി ഇങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ ഞാനിത് ഈ ഒരു ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം ഇത്രയും ലെങ്ത് വേണ്ടി വരുമ്പോൾ നമുക്ക് 2 മീറ്റർ തുണി എന്തായാലും വേണ്ടി വരും. ഓക്കെ. പിന്നെ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പീസ് ഇവിടെ അറ്റാച്ച് ചെയ്യുമ്പോൾ ആദ്യം ഈ റെഡ് തുണി മൊത്തം നമ്മൾ ഫുള്ള് നമ്മുടെ അളവിൽ ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഓരോരുത്തർക്കും പറ്റാവുന്ന രീതിയിൽ, അതായത് നമുക്ക് ഇതിപ്പോൾ യോക്ക് പാർട്ട്, ഇത്രയും പാർട്ട് നിങ്ങളുടെ അളവനുസരിച്ച് നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണോ അതിനനുസരിച്ച് ഈ ബ്ലാക്ക് പീസ് ആദ്യം നമ്മൾ ഇത്രയും ഭാഗം ഞാൻ തയ്ച്ച് പിടിപ്പിച്ചു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് തോന്നണോ? ഇത്രയും പാർട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ഡ്രീം മേക്കർ യൂസ് ചെയ്തേക്കുന്നത്. കാരണം ഈ യോക്കിൻ്റെ ഭാഗം ഡിഫറെൻ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്ലീവിലും, അതായത് ഓൾ ഓവർ ആണ് കേട്ടോ ഞാൻ ചെയ്തേക്കുന്നത്. മൊത്തം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇതേതാ സ്റ്റിച്ച് എന്നുള്ളത് ഞാൻ പറയാം. കാരണം നമ്മൾ ലോക്ക് ചെയ്യുന്ന സ്റ്റിച്ചാണിത്. അതിൻ്റെ ഫൂട്ട് മാത്രം മാറ്റിയിട്ട്, അതായത് ലോക്കിങ്ങിൻ്റെ ഫൂട്ട് മാറ്റിയിട്ട് എഫ് എന്നുള്ളൊരു ഫൂട്ടാണ് അതിൽ വരുന്നത്. അതാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം അത് സ്ലീവിലും ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും പാർട്ട് അങ്ങോട്ട് വന്നപ്പോൾ ഇത് യോക്ക് പാർട്ട് വളരെ ഡിഫറെൻ്റായി. അപ്പം ഇവിടുന്ന് ഇവിടത്തേക്കാണ് ഞാൻ ഈ ട്രൈബൽ ആർട്ട് വർക്ക് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് ഏത് ഭാഗത്ത് വേണമെങ്കിലും കൊടുക്കാം. അത് 2 ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഇവിടെ ആയിട്ടും ഒരെണ്ണം ഈ ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ വേറൊരു കാര്യം കൂടി എന്താണെന്ന് വെച്ചാൽ, ഇത്രയും പാർട്ടായിട്ടുള്ളത് നമ്മൾ ഈ 2 ലെയർ, ഈ 2 ലെയറായിട്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇത് നമ്മളിപ്പോൾ മുകളിൽ അറ്റാച്ച് ചെയ്തത് ഇങ്ങനെ, അടിഭാഗത്ത് ഈ രീതിയിലായിരിക്കണേ. അപ്പോൾ ഇത് 2 ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ആ ഡ്രീം മേക്കറിൽ തന്നെ ഇവിടെയും ഞാനൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അടിഭാഗത്തും ഞാനൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അടിയിലെ കട്ടിങ് ഞാൻ സ്ട്രൈറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് മാത്രമാണ് ഒരു കേവ് പോലെ ഞാൻ എടുത്തിട്ടുള്ളൂ. അതേപോലെ ഞാൻ ബാക്കിലും, ഇതിപ്പോൾ ഇതിൻ്റെ ബാക്ക് ലുക്കാണ്. ബാക്കിലും ഞാൻ ഇതേപോലെ തന്നെ യോക്ക് ഭാഗത്ത് സെയിം ഇതേപോലെ ജിഗ്സാഗ് പോലെ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഞാനൊരു ആർട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതൊരു നമ്മുടെ ബാക്കിലും കൂടി വരുമ്പോൾ അതിനൊരു പ്രത്യേക ലുക്ക് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ബാക്ക് വശത്തെ എല്ലാ ഭാഗങ്ങളും നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ്
മനസ്സിലാവും. ശരിക്കും ഇപ്പം നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് ഇത് കണ്ട ഇത്രയും ലെയറായിട്ട് തന്നെയാണ് ഈ ടോപ്പ് ഇരിക്കുക. ആദ്യത്തെ ലെയർ ഇങ്ങനെ ഇരിക്കും, രണ്ടാമത്തെ ലെയർ താഴേക്കായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം നമുക്കിത് ലൈനിങ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇവിടുന്ന് തൊട്ട് നമുക്ക് കട്ടിയിലുള്ള 2 ലെയർ വരുന്നത് കൊണ്ട് നമുക്കിത് ലൈനിങ് കൊടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. ഇങ്ങനത്തെ ഒരുപാട് ഡിസൈൻസ് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ കൂടുതലും ഇത്തിരി സ്റ്റൈലിഷ് ആയിട്ട് നടക്കുന്ന കുട്ടികളാണ് കൂടുതലും ഇങ്ങനത്തെ ഡിസൈൻസ് ചേരുന്നതാണ്. ഈ ഒരു ഡ്രസ്സ് നമ്മൾ ഇട്ട് പോകുമ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. കാരണം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ഏത് നാട്ടിൽ പോയാലും പ്രത്യേകിച്ച് നമ്മൾ ബാംഗ്ലൂര് എന്നൊക്കെ പറയണത് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ ബോംബെ എന്നൊക്കെ പറയണത് ഏറ്റവും ഫാഷനബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അല്ലെ. എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം എല്ലാ മോഡലുകളും വരുന്ന ഒരു സിറ്റിയാണ്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ചെല്ലുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഡിസൈൻസ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ ഒരു ഡിസൈൻ എല്ലാവർക്കും അതൊരു ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. നമ്മളത് ഇട്ട് കഴിയുമ്പോൾ പലരും എൻ്റെ അടുത്ത് കുറെ പേര് വന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഫോറിനേഴ്സ് വരെ ഇത് ശരിക്കും പെയിന്റിങ് ആണോ, ഇതെന്ത് വർക്കാണ്, കാരണം അത് മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുന്നു, മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്നു, അങ്ങനെയുള്ള ഒരു വർക്കാണിത്. അതാണ് ഞാൻ കൂടുതലും പരിചയപ്പെടുത്തണം. അതായത് വേറൊരു കാര്യം കൂടി ഉള്ളത്, നമ്മളിപ്പോ ഫാബ്രിക് പെയിന്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ അത്യാവശ്യം വരയ്ക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ട്രേസ് ചെയ്യണം, അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഫാബ്രിക് പെയിന്റ് ഒരു ഡിഫറെന്റ് ആണ്. അതും ഇതും തമ്മിൽ ഇത് ഒരു കാലത്തും ഇതിന്റെ കളർ ഫെയ്ഡിങ്ങോ മറ്റു കാര്യങ്ങളോ വരില്ല. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഈ ഒരു ഫിൽ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് അല്ലെ. അതിന്റെ അലൈൻമെന്റ് ഒക്കെ കറക്റ്റ് ആയി കഴിഞ്ഞാൽ അതിനൊരു ഭംഗി വേറെ തന്നെയുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് നോക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിപ്പോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് ഈ ഡിസൈൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് നിങ്ങളുടെ ചോയ്സ്. അതിൽ നമ്മൾ ആകെ കുറച്ച് ഡിസൈൻസ്, ഇതിന്റെ കുറച്ച് ഡിസൈൻസ് ഇതിന്റെ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അല്ലെ. ഉണ്ട്, അത് കുറച്ചേ ഉള്ളൂ. ഒരുപാട് ഡിസൈൻസ് നെറ്റിലുണ്ട്. നമ്മളൊരിക്കലും ഒരു വെബ്സൈറ്റ് ഒരിക്കലും നിങ്ങൾ വാങ്ങി നേരെ പ്രയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു രീതിയല്ല. നിങ്ങൾക്കൊരു ഇൻസ്പിറേഷന് വേണ്ടി വെബ്സൈറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാം. ഒരുപാട് ഡിസൈൻ ഒരുപാടുണ്ട്. എല്ലാത്തിനും ഇമേജസ് ആണ്. എംബ്രോയിഡറി ഡിസൈൻ, എംബ്രോയിഡറി ഫയൽസ് അല്ല കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വർക്ക് അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ട് നിൽക്കണം. ഇപ്പോൾ ഒരുപാട് ബുട്ടിക്സ് ഉണ്ട്, നമുക്കറിയാം, വളരെ കോമ്പറ്റീഷനുള്ള ഫീൽഡാണ്. ഇതിനകത്ത് നമ്മുടെ ഒരു വർക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ കസ്റ്റമറും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ ഇതെവിടെ ചെയ്ത് എത്ര പേര് ചോദിക്കാറുണ്ട്. നമ്മുടെ അടുത്ത് നമ്മൾ ഈ ഒരു ഡിസൈനർ ആണെന്നോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഷോപ്പ് ഉണ്ടെന്നോ നമ്മൾ പുറമെ നിൽക്കുമ്പോൾ അറിയില്ല. അവര് വന്നിട്ട് ചോദിക്കുന്നതല്ലേ. അല്ല, അത് മാത്രല്ല വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഈ ഫ്ലവേഴ്സ് അങ്ങനെയുള്ള ഡിസൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചെയ്യുന്നത് അതൊരു കോമൺ ആണ്. പിന്നെ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരിക്കലും ഔട്ട് ആവണ ഒരു മോഡലല്ല. ഏത് കാലവും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ ആണ്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ വളരെ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് നിൽക്കുകയും ചെയ്യാം. പിന്നെ വേറെ കാര്യമുണ്ട്, ഞാൻ പലപ്പോഴും എന്നോട് റാനുവിൻ്റെ മെഷീനൊക്കെ ഉള്ള ആളുകൾ ഒരുപാട് പേര് ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അവർ പലരും വിളിക്കാറുണ്ട്, അവർ അപ്ഡേറ്റ് ചെയ്യാൻ വിളിക്കും. പക്ഷെ ആ റാനുവിൻ്റെ മെഷീനിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു പാറ്റേൺ ആണ്. കാരണം ഇതിലിപ്പോൾ നന്നായിട്ട് വരച്ചിട്ട് റാനുവിൽ ചെയ്യുന്ന ആളുകളുണ്ട്. ഏകദേശം ഇതിൻ്റെ 80% വരെ ചെയ്യാൻ പറ്റും അവർക്ക്. പക്ഷെ ഇതിൻ്റെ ഫില്ലിൻ്റെ ആ ഒരു പാറ്റേൺ ഇതിലുള്ളത് എംബ്രോയിഡറി മെഷീനിലുള്ള ഫിൽ പാറ്റേൺ റാനുവിൻ്റെ മെഷീനിലോ അല്ലെങ്കിൽ അതിൻ്റെ ആ മോഡലിലോ ജുക്കി മെഷീനിലോ മാനുവൽ മെഷീനിലോ ചെയ്യാൻ പറ്റില്ല. വളരെ ബുദ്ധിമുട്ടാണ് അത് അത്രയും. പിന്നെ അങ്ങനെ ചെയ്താൽ തന്നെ ഈ ഒരു സെയിം അളവ് തന്നെ സെയിം പാറ്റേൺ തന്നെ നമുക്ക് വേറൊരു ഡിസൈനിലേക്ക് നമുക്ക് കോപ്പി ചെയ്യും. എന്തായാലും സെയിം കോപ്പി പേസ്റ്റ് പറ്റില്ല. അതുപോലെ എനിക്ക് തോന്നണം നമ്മുടെ കോട്ടൺ മെറ്റീരിയൽ സാരികൾ വരുന്നില്ലേ, അതിൽ ഈ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ആന്റിക് ലുക്ക്, വളരെ രസമാണ്. കാരണം ഇതിപ്പോ നമ്മള് ഇതുപോലെ ആൻഷ്യൻ ഡിസൈൻസ് വെറും കേവ് ആർട്ടിലേക്കോ ഇതിലൊന്നും നമ്മൾ പോകണ്ട, ഇനി ട്രൈബൽ ആർട്ടിലേക്കോ ഒന്നും പോകണ്ട. സാധാരണ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ഒരുപാട് ആൻഷ്യൻ്റ് ആർട്ടുകളുണ്ട്. ആ ആർട്ട് ഫോംസ് ഒക്കെ നമുക്ക് ഇതുപോലെ ഡിജിറ്റൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിനു വേണ്ടി കുറച്ച് സമയം മെനക്കെട്ടാൽ നമുക്ക് അങ്ങനെ കുറച്ച് ഡിസൈൻസിൻ്റെ ഒരു സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ വ്യത്യസ്തരായിരിക്കും. നമുക്ക് നല്ല പ്രൈസും വാങ്ങാം. അതെ, അതല്ലാതെ നമ്മളിപ്പോൾ ഒരു ഡിസൈൻ ചെയ്തിട്ട് എത്ര രൂപ വാങ്ങാമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അല്ല, അല്ലെങ്കിലും നമ്മുടെ ചെയ്യുന്ന ഒരു പുതിയ മോഡലുകൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ അതിനനുസരിച്ചുള്ള
റേറ്റും വാങ്ങിക്കണം തീർച്ചയായിട്ടും അല്ലേ? കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ സ്വന്തമായിട്ട് എടുക്കുന്ന ഒരു ഡിസൈനാണ് അല്ലെ. നമ്മൾ ഒരാൾക്ക് ചെയ്തതല്ലല്ലോ മറ്റുള്ളവർക്ക് ചെയ്യുന്നത്. അപ്പൊ ഡിഫറെന്റ് ആയിട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് നിങ്ങൾ വാങ്ങിക്കണം. എന്നാലും നമുക്ക് ബിസിനസ്. അതായത് രണ്ട് രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാം. ഒന്ന്, ഒരു ബൾക്ക് വോളിയം ക്വാണ്ടിറ്റി ചെയ്തിട്ട് നമുക്ക് അതിൽ നിസ്സാര മാർജിൻ എടുത്തിട്ട് പ്രോഫിറ്റ് ആക്കാം. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1-2 പീസേ ചെയ്യുന്നുള്ളൂ. അത് പക്ഷേ ഒരു എലഗൻറ്റ് ഭയങ്കര സ്റ്റൈലിഷ് ആയിരിക്കും. ആ വർക്ക് ഡിമാൻഡ് ചെയ്ത ആൾക്കാർ നമ്മുടെ മുമ്പിൽ ക്യൂ നിൽക്കും. അങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മൾ എത്തിയിട്ട് നമുക്ക് പണം ഉണ്ടാക്കാം. അതെ അല്ല, ഇവര് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്തൊന്നും പറയുന്ന പോലെ ചിലവർ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഈ ഡിസൈൻ ചേച്ചി ആർക്കും ചെയ്ത് കൊടുക്കരുത്. അങ്ങനെ പറഞ്ഞവരുണ്ട്. ഞാൻ അവരോട് പറയും, നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ഇത് ചെയ്തേക്കണതാണ്. ഡിസൈനിങ് എല്ലാം നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്തതാ. അപ്പൊ എന്തായാലും ഞാൻ വേറൊരാൾക്കും ഇത് ചെയ്തു കൊടുക്കണില്ല. പക്ഷെ നമുക്ക് എന്താ അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് നമ്മൾ വാങ്ങിക്കണം അല്ലേ? അല്ലാതെ ശരിയാവില്ല. പറഞ്ഞു വന്ന വോളിയം ബിസിനസിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, വോളിയം ബിസിനസ് ആണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ പേര് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഡ്രോബാക്സ് എന്താണെന്ന് വെച്ചാൽ, മോശമായിട്ട് പറയുന്നതല്ല, അതിന്റെ ഡ്രോബാക്സ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അത്രയും സ്റ്റാഫ് വേണം, അത്രയും ആൾക്കാരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, അത്രയും വർക്ക് കണ്ടിന്യൂസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതുപോലെയുള്ള നമ്മൾ ആക്സസറീസും മറ്റു കാര്യങ്ങളും എല്ലാം സ്റ്റോക്ക് വേണം. നേരെ മറിച്ച് നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ട് ചെയ്യുന്നു, അത് പക്ഷേ വളരെ സ്റ്റൈലിഷ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ, ലിമിറ്റഡ് കസ്റ്റമർ മതി എന്നുള്ളതിനുള്ള അഡ്വാൻറ്റേജസ് എന്താണെന്ന്, നല്ല റേറ്റ് കിട്ടും. അതിന് ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മാർക്കറ്റിൽ ആദ്യം ഇങ്ങനെ ഒരു ഇമേജ് നമുക്ക് കിട്ടണം നമ്മുടെ ഷോപ്പിന്. അത് ആദ്യം ചെയ്യണം. കാരണം എന്താന്ന് പറഞ്ഞാൽ, അതെങ്ങനെയെന്ന് പറഞ്ഞാൽ, അത് നമ്മൾ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ നമ്മൾ അത്രയും നല്ല ഒരു കസ്റ്റമറിനെ ശരിക്കും നമ്മൾ ആ ഒരു ലെവലിൽ നമ്മൾ ആക്കി എടുക്കണം. കാരണം അവർക്കൊരു നല്ല മോഡലുകൾ, കാരണം അവരിട്ടിട്ട് പോകുമ്പോൾ എല്ലാവരും, ഇപ്പം നമുക്കായാലും ഇപ്പം ഞാനായാലും ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ പോകുമ്പോൾ മറ്റുള്ളവർ നമ്മളോട് ഇത് നന്നായി എന്ന് പറയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കൂടാണ് അല്ലെ. അതെന്തും ഡ്രസ്സ് എന്നല്ല, എന്തും നമ്മുടെ ഒരു ഹെയർ സ്റ്റൈല് ഏത് രീതിയിലായാലും അല്ലേ, നമ്മളൊരു ഇടുന്ന ഓർണമെന്റ്സ് അതങ്ങനെയാണ്. നമ്മളോട് ഒരാളിങ്ങനെ പറയണു ഇത് വളരെ ഭംഗിയായിട്ടുണ്ട് അല്ലേ എന്ന് പറയുമ്പോ പിന്നെ നമുക്ക് ആ ഒരു എന്താ പറയാ, നമുക്ക് ചിലപ്പോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ പുറത്തിറങ്ങുമ്പോ ഒരാൾ നമ്മളോട് പറയാന്ന് പറയുമ്പോ അത് ഭയങ്കര കോൺഫിഡൻസ് കൂടുന്ന ഒരു ഇതാണ്. പിന്നെ വേറെ ഇപ്പൊ സിറ്റികളിലൊക്കെ മിക്കവാറും എല്ലാ ടൗണുകളിലും ഒക്കെ ട്രെൻഡ്സ്, അതുപോലെ തന്നെയുള്ള മാക്സ്, അതുപോലെയുള്ള ഷോപ്പുകളായി ഒരു കോമൺ പാറ്റേൺ ആണ് എല്ലാവരും. കാരണം നമുക്കിപ്പോ നിങ്ങൾക്ക് തന്നെ അറിയാലോ, നിങ്ങൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരാളിട്ട ഡ്രസ്സ് കാണുമ്പോൾ നിങ്ങൾക്കത്, പ്രത്യേകിച്ച് എനിക്കൊന്ന് മാക്സ് ട്രെൻഡ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആ മെറ്റീരിയലും ആ ബട്ടൺ കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് ട്രെൻഡ്സിലെയാണ്, ഇത് മാക്സ് ആണ്. അതല്ല, നമ്മൾ അതിന്ന് മാറിയിട്ട് വേണം. പിന്നെ ഒരു കാര്യം കൂടെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റിച്ചിങ് ചാർജിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക. അതായത് എല്ലാവരും ചോദിക്കുന്നത് പറയുന്നതിന് സാധാരണ നമുക്ക് തയ്ക്കാൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ സ്റ്റിച്ച് കുറച്ച് കിട്ടുന്നുള്ളൂ, ഈ ആഴ്ച കുറേ കിട്ടി, അടുത്ത ആഴ്ച ഇല്ല. അപ്പോൾ നമ്മൾ ആ സ്റ്റിച്ചിങ്ങിൻ്റെ ചാർജ് മാത്രമാണ് നമ്മൾ കാണുന്നുള്ളൂ. അത് വിട്ടിട്ട് നമുക്ക് അഡീഷണൽ വർക്കുകൾ ചെയ്താൽ, ഞാൻ പറഞ്ഞൊരു വർക്ക് ലോഡ് കുറയ്ക്കാൻ, സ്റ്റാഫിൻ്റെ എണ്ണം കുറയ്ക്കാൻ, നമുക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യാം സൗകര്യം പോലെ. പക്ഷെ ഒരു ദിവസം നമ്മൾ 2 അല്ലെങ്കിൽ 1 ചെയ്താൽ മതി, നമുക്ക് 1000-2000 ഉണ്ടാക്കാം. സുഖമായിട്ട് നമ്മുടെ കാര്യങ്ങൾ നടന്നു, വീട്ടിലെ കാര്യങ്ങളും നടക്കും, നമുക്ക് ടെൻഷനും ഇല്ല. അപ്പോൾ അതും ഒക്കെ നമ്മൾ മനസ്സിൽ വെക്കുന്നതെന്നല്ല, അല്ല കുറേ ഇങ്ങനെ തയ്ച്ചു കൂട്ടി നമ്മുടെ അവസാനം നമ്മുടെ ആരോഗ്യം ഇല്ലാണ്ടാക്കി നമ്മൾ കുറേ കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അങ്ങനെ കുറേ പരാതികൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കഴിവുള്ള ആളുകളാണ്, നന്നായിട്ട് തയ്ക്കുന്നവരാണ്, പക്ഷെ അവർക്ക് എന്നും ഇതിൽ നിന്ന് ഈ ഒരു ഭാരം ഒഴിഞ്ഞിട്ട് നേരമില്ല. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് സാധിക്കുന്നവർ, ഞാനിപ്പോൾ എല്ലാവരോടും പറയല്ല, ഇതുപോലെയുള്ള വെറൈറ്റികൾ നമ്മൾ കണ്ടെത്തുക. അപ്പോൾ നമ്മൾ മറ്റു ഷോപ്പുകളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാകും. അല്ല, അത് മാത്രമല്ല, ഞാൻ വേറൊരു കാര്യം കൂടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താന്ന് പറഞ്ഞാൽ, ഇതിപ്പോ ഞാൻ എംബ്രോയിഡറി മാത്രമല്ല നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ. കാരണം കുറെ പേര് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ എംബ്രോയിഡറി മെഷീൻ ഇല്ല, അപ്പൊ ഇങ്ങനത്തെ ഡിസൈൻസ് ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, പിന്നെ നമുക്കത് വാങ്ങിച്ചാലും എന്നെ കൊണ്ട് പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ പേര് എന്നെ വിളിച്ചിരുന്നു. വാങ്ങിച്ചാൽ അവർക്ക് സാധിക്കും, അവർക്ക് പിന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല. നമുക്ക് ഒരാളോട് നിർബന്ധമായിട്ട് ഇത് പഠിക്കുന്നു പറയാൻ പറ്റില്ലല്ലോ. അല്ല, അപ്പൊ ഞാനപ്പോ ഉദ്ദേശിക്കണത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിസ്സാരം നമ്മുടെ ഒരു തുണിയിൽ നമുക്ക് 2 ബട്ടൺ വെച്ച്, ഇനി അല്ലെങ്കിൽ വേറൊരു പീസ് വെച്ച് എന്തെല്ലാം ചെയ്യാം. അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോ അല്ല, ഇനി ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും, കാരണം സമയം കിട്ടുന്ന പോലെ. എനിക്ക് വളരെ സന്തോഷം ഞങ്ങൾക്കുള്ള വേറൊരു കാര്യമുണ്ട്. സാധാരണ ഇത് നമ്മൾ ഈ ഒരു ഫീൽഡിൽ നമ്മൾ ട്രെയിനിങ്ങിന് പോകുമ്പോൾ നമ്മൾ സാധാരണ മിക്കവാറും വീടുകളിൽ എല്ലാവർക്കും സ്റ്റിച്ചിങ് ഒക്കെ അറിയണ ഒരു യൂണിറ്റ് നടത്തുന്ന ലേഡീസ് ആയാലും ജെൻസ് ആയാലും
അവരുടെ പിള്ളേരൊന്നും ആ ഭാഗത്തേക്കേ പോകില്ല. പക്ഷെ ഇത് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ എംബ്രോയിഡറി എന്ന് പറയുമ്പോൾ അവരേലും പാരൻസിനേലും കൂടുതൽ ഇൻട്രസ്റ്റ് കുട്ടികൾക്കാണ്. ഇത് പഠിച്ചെടുക്കാനോ അവർ തന്നെയാണ് ഇമേജ് ഡൗൺലോഡ് ചെയ്യുന്നതും ഡിജിറ്റൈസ് ചെയ്യുന്നതും പുതിയ ട്രെൻഡായിട്ട് നമ്മൾ തന്നെ ഞെട്ടിപ്പോകുന്ന ഡിസൈൻസ് അവർ ഉണ്ടാക്കിയെടുക്കും. അവർ ഹാപ്പിയാണ്, നമ്മൾ വളരെ ഹാപ്പിയാണ് അങ്ങനെ കാണുമ്പോൾ. അപ്പോൾ അവരെയും കൂടി ഇതിൽ കൊണ്ടുവരാൻ പറ്റുമ്പോൾ ഒരു ഫാമിലി ഇൻകായി. അവര് ആദ്യത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുട്ടികൾ നമുക്ക് ഈ 10ാം ക്ലാസ് കഴിയുമ്പോൾ എല്ലാവരും ടൈലറിങ് പഠിക്കാൻ വേണ്ടി പോകും. ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ടൈലറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അത് ഭയങ്കര മോശമാണ്. അപ്പൊ ഈ കമ്പ്യൂട്ടറൈസേഷൻ മെഷീനാന്ന് പറയുമ്പോ അവർക്കൊരു താല്പര്യം. അവർക്ക് ഇപ്പൊ ഒരു പോക്കറ്റ് മണി പോലെ. ഇപ്പൊ ചില ഞാനൊരു ലേഡി അങ്ങനെയാണ് ചെയ്യുന്നത്. അവര് മോന് അവൻ IT ആണ്, അവൻ സൈഡ് കിട്ടുമ്പോ അമ്മയ്ക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കും. അപ്പൊ നീ എടാ എനിക്ക് കിട്ടുന്നതിന് ഒരു ചെറിയ പോക്കറ്റ് മണി നിൽക്കുക. അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അവന്. അല്ല അവന് ഏൺ വലിയ എമൗണ്ട് അല്ലെങ്കിലും കുട്ടികൾക്ക് അതൊരു സന്തോഷമാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. ഈ മേഖലയിൽ ഒരു പുതിയൊരു രീതിയിൽ ജനങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് നമ്മൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് അങ്ങനെ ആയിത്തീരുന്നത്. പക്ഷെ അതും വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്ക് നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. സിമിൽ പറഞ്ഞ കാര്യം അതാണ് ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണു. അതുപോലെ എല്ലാവരും ചെയ്തു നോക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാ മോഡലുകളും ഇപ്പം നമ്മൾ കാണിക്കുന്ന മോഡലുകളെല്ലാം നിങ്ങൾ ചെയ്തു നോക്കാം. അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. അതെ, അതുപോലെ ഞങ്ങളുടെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറുകളും ഡീറ്റെയിലുകളും ഇതിൻ്റെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ ഏതെങ്കിലും വീഡിയോകൾ നിങ്ങളുടെ സജഷനിലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന പാറ്റേണുകൾ അതേപടി തന്നെ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട, നിങ്ങളും കുറച്ച് വ്യത്യസ്തത ചേർക്കുക ചെയ്യണം. പിന്നെ അതുപോലെ ഞങ്ങളും ആഗ്രഹിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ഒരിക്കലും ഔട്ട് ആവാത്ത മോഡലുകളാണ് നമ്മൾ കൂടുതലും നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം എന്താന്ന് പറഞ്ഞാൽ എന്ത് ഡിസൈൻ ആയാലും ഇനി ഏത് മോഡൽ ടോപ്പുകൾ എന്ത് തന്നെ ആയാലും നമുക്കൊരു 2 മാസം കഴിയുമ്പോഴേക്കും ആ മോഡൽ ഔട്ടാവും. പക്ഷെ അങ്ങനെ ആവരുത്. നമ്മൾ ചെയ്യുന്നത് ഓരോന്നും നമുക്ക് ഒരുപാട് നാൾ ഇടാൻ പറ്റണം അല്ലെ? ആ ഒരു രീതിയിലുള്ള പാറ്റേൺ ആണ് നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അടുത്ത വീഡിയോയും മനോഹരമായിട്ടുള്ള അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം.